വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനു സൂരജ്. ആദ്യം കാണാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ. രാജ്യത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവന എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് RSS. അണ്ണാ സർവകലാശാലയിലെ കൂട്ടബലാത്സംഗത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ചീഫ് സെക്രട്ടറിയും DGPയും ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണമെന്ന് കോടതി. DMK സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച BJP. കെ അണ്ണാമലൈ 48 ദിവസത്തെ വ്രതം ആരംഭിച്ചത് സ്വയം ചാട്ടവാർ കൊണ്ടടിച്ച്. വയനാട് പുനരധിവാസത്തിനുള്ള ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നഷ്ടപരിഹാരം ഉടമകൾക്ക് നൽകണമെന്നും കോടതി. വയനാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതി കക്ഷി ചേരുന്നതിനെതിരെ ഫറൂഖ് കോളേജ്. കൊച്ചിയിൽ വഖഫ് ട്രിബ്യൂണൽ സിറ്റിംഗ് തുടരുന്നു. യഥാർത്ഥ ഉടമ ആരെന്ന് കണ്ടെത്തണമെന്ന ട്രിബ്യൂണൽ. പാട്ടക്കരാർ ആണോ ഇഷ്ടദാനമാണോ എന്നതിൽ വ്യക്തത വേണമെന്നും ട്രിബ്യൂണൽ. പാലക്കാട്ടെ CPM വിഭാഗീയത ഒഴിയാതെ കൊഴിഞ്ഞാമ്പാറ. സമാന്തര CPM ഓഫീസിന് പിന്നാലെ സമാന്തര DYFI യൂത്ത് സെന്ററും. പ്രവർത്തനത്തിന് കൊടി പിടിച്ച DYFI മേഖലാ കമ്മിറ്റി. LDF മേയർക്കെതിരെ CPI. തൃശൂർ മേയർ MK വർഗീസിനെ രൂക്ഷമായി വിമർശിച്ച മുൻമന്ത്രി VS സുനിൽകുമാർ. വിമർശനം BJP അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് മേയർ ക്രിസ്മസ് കേക്ക് സ്വീകരിച്ച വിഷയത്തിൽ സുനിൽകുമാറിന് എന്നും പറയാവുന്ന സ്ഥിതി എന്ന വർഗീസിന്റെ പരിഹാസം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിക്ക് ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. ചോദ്യം ചെയ്യാൻ ഹാജരാകാതെ MS സൊല്യൂഷൻസ് അധ്യാപകർ. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. വിട മൻമോഹൻ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുൻപ് സമൂഹ മാധ്യമ പോസ്റ്റിട്ട് റോബർട്ട് വദ്ര. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുമ്പ് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിവാദമായി. ഇതിൽ വിമർശിച്ച് BJPയും രംഗത്തെത്തി. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ലോക നേതാക്കളും രാജ്യത്തെ നേതാക്കളും പ്രമുഖരും ഒക്കെ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മൻമോഹൻ സിംഗിന്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. ഈ മണിക്കൂറിൽ നൽകാവുന്ന വിവരങ്ങൾ. അനു, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇന്ന് മുഴുവൻ, ഇന്നത്തെ ഈ പകലും രാത്രിയും അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ 3 ജന്മത്തിലുള്ള വസതിയിലാണ് ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ പ്രമുഖ വ്യക്തികൾ ഓരോരുത്തരായി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തുന്നത്. നാളെയാണ് വിലാപയാത്രയും പൊതുദർശനവും നടത്തുക. നാളെ രാവിലെ AICC ആസ്ഥാനത്ത് ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 12 മണിക്കകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഇപ്പോഴും AICC വൃത്തങ്ങൾ നൽകിയിട്ടില്ല. അല്പസമയം മുൻപ് കോഴിക്കോട് MP MK രാഘവൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് MPമാർ ഇദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. അതിനുശേഷം പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് ഉച്ചയ്ക്ക് മുൻപായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്ന ഒരു വിശദീകരണം നൽകിയത്. എന്തായാലും AICC ആണ് ഇനിയും അന്തിമമായി ഇതിന്റെ വിലാപയാത്രയുടെയും ഒപ്പം കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിന്റെയും വിവരങ്ങൾ നൽകേണ്ടത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് ഡൽഹിയിലെത്തി. ഇന്നിപ്പോൾ രാവിലെ തന്നെ സോണിയ, രാഹുൽ തുടങ്ങിയവരെല്ലാം മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വസതിയിലെത്തിയിരുന്നു. ഇതിനുശേഷം AICC പ്രത്യേക യോഗം നടന്നു. എന്തായാലും അല്പസമയത്ത് അകം തന്നെ നാളത്തെ വിലാപയാത്രയുടെയും അതോടൊപ്പം തന്നെ
ഈ AICCയുടെ പൊതുദർശനത്തിന്റെയും സമയം നമുക്ക് ലഭ്യമാകും. അതിന് ശരി ഗൗതം. ഡോക്ടർ മൻമോഹൻ സിംഗ് മികച്ച പാർലമെന്റേറിയനായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ദീർഘവീക്ഷണമുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം. സത്യസന്ധനായ മനുഷ്യൻ, മികച്ച സാമ്പത്തിക വിദഗ്ധൻ, പരിഷ്കരണങ്ങൾക്കായി സ്വയം സമർപ്പിച്ച നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. രാജ്യത്തെ ഓരോ പൗരന്റെയും പേരിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. डॉक्टर मनमोहन सिंह जी के निधन ने हम सभी के हृदय को गहरी पीड़ा पहुंचाई है। उनका जाना एक राष्ट्र के रूप में भी हमारे लिए बहुत बड़ी क्षति है। विभाजन के उस दौर में बहुत कुछ खोकर भारत आना और यहाँ जीवन के हर क्षेत्र में उपलब्धियां हासिल करना ये सामान्य बात नहीं है। अभावों और संघर्षों से ऊपर उठकर कैसे ऊंचाइयों को हासिल किया जा सकता है, उनका जीवन ये सीख भावी पीढ़ी को देता रहेगा. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സാധാരണ കുടുംബത്തിൽ നിന്ന് രാജ്യത്തെ ഉന്നത പദവിയിലെത്തിയ വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗിന്റേത്. രാജ്യത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവന എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും അനുശോചന കുറിപ്പിലൂടെ സർസംഘചാലകും സർക്കാര്യവാഹ ദത്താത്രേയ ഹോസബിളെയും അനുസ്മരിച്ചു. കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും മൻമോഹൻ സിംഗ് അചഞ്ചലനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന TKA നായർ. രാജ്യത്തിനായി വിശ്രമമില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ചരിത്രം അത് വിലയിരുത്തുമെന്നും TKA നായർ അനുസ്മരിച്ചു. പേരിനെക്കാളിലും പ്രശസ്തിയെക്കാളിലും ഒക്കെ ഉപരിയായിട്ട് രാജ്യ സ്നേഹം, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അത് മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. വിമർശനങ്ങൾക്കും എന്താ പറയുക ഇരയായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ആ വിമർശനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു അമർഷം അല്ല, ഒരു ആളുകളോട് വിമർശിക്കുന്നവരുടെ ഒരു എതിർഭാവമോ അല്ലെങ്കിൽ ഒരു ശത്രുത മനോഭാവം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതാണ് ആ മനുഷ്യനെ ഏറ്റവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. അതുപോലെ ഇത്ര വിനയാന്വിതനായ ഒരു മനുഷ്യനെ, ഒരു പ്രധാനമന്ത്രി പോകട്ടെ, ഒരു മനുഷ്യനെ കണ്ടുകിട്ടും. മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രാജ്യത്തെ പുതിയ ദിശയിലേക്ക് നയിച്ചുവെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. Very sad, and I have already given my condolences to the family, and it's a big loss for India. There is no doubt. He is the man who can be credited for the liberalization of our economy and starting a new phase in our economic development. മൻമോഹൻ സിംഗിന്റെ വിയോഗം സമകാലിക രാഷ്ട്രീയത്തിനേറ്റ ഏറ്റവും വലിയ നഷ്ടമെന്ന മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി. മജീഷ്യനെ പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യക്തിയാണ്. ഇടത്തരക്കാർക്ക് ഗുണകരമായ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്നായ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും AK ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാവരും ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സമീപകാലത്തെ രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ്, ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വേർപാട്. തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത്. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വാടക കുറച്ചു,
അങ്ങനെ 42 ലക്ഷം രൂപ വീതം 2 വർഷത്തേക്ക് 84 ലക്ഷം രൂപ ആക്കി കുറച്ചു കൊടുത്തതാണ്. ഇന്നിപ്പോ ഇതേ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ 3,68 ലക്ഷം രൂപ വേണം, എന്നാൽ മാത്രമേ അനുമതി കൊടുക്കാൻ സാധിക്കൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയത്തിലല്ലേ സുനിൽകുമാറിന്റെ ശൂരത കാണിക്കേണ്ടത്? ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ തിരുത്തേണ്ടത്, പൂരം മുടങ്ങാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് നേരെ ആക്ഷേപങ്ങൾ ചൊരിയുകയല്ല വേണ്ടത്. തങ്ങൾ തന്നെ ഭരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെ നിലയ്ക്ക് നിർത്താനും പൂരം എക്സിബിഷൻ മുടങ്ങാതെ നോക്കാനുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റേണ്ടത്. അതൊക്കെ നിറവേറ്റുന്നതിന് പകരം മറ്റുള്ളവർക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുക. ഇലക്ഷനിൽ തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂരം അട്ടിമറിച്ചു, അത് ആദ്യം പറഞ്ഞു ദേവസ്വങ്ങളാണ് അട്ടിമറിച്ചത്, ഇപ്പൊ പറയുന്നത് ദേവസ്വങ്ങളല്ല അട്ടിമറിച്ചത്, പൂരം അട്ടിമറിച്ചത് പോലീസും BJPയും ചേർന്നിട്ടാണ്. അപ്പൊ കേരളം ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ് സുനിൽകുമാറിന്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. എന്തിന് സുരേഷ് ഗോപി അവിടെ ചെന്നു? ഇപ്പോ പോലീസിന്റെ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി അവിടെ ചെന്ന് തിരുവമ്പാടിയുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് വെടിക്കെട്ട് നടത്തണം, പൂരം നടത്തണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പൊ പൂരം നടത്തണം, വെടിക്കെട്ട് നടത്തണം എന്ന് ആവശ്യപ്പെടുന്നതാണോ പൂരം അട്ടിമറിക്കൽ? അപ്പൊ ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ സുനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു കലിയുടെ അവതാരമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പും വെറുപ്പും ഉണ്ടാക്കി യഥാർത്ഥ കലിയുടെ അവതാരമായിട്ട് തൃശ്ശൂരിൽ സുനിൽകുമാർ മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മുൻമന്ത്രി VS സുനിൽകുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ. അത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ നടത്തിയ പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകുക കൂടിയായിരുന്നു അദ്ദേഹം. LDF മേയർക്കെതിരെ CPI. തൃശൂർ മേയർ MK വർഗീസിനാണ് VS സുനിൽകുമാറിന്റെ വിമർശനം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മേയർ ആക്കിയതെന്ന് സുനിൽകുമാർ പറഞ്ഞു. BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ MK വർഗീസിന് ക്രിസ്മസ് കേക്ക് നൽകിയതിലാണ് സുനിൽകുമാറിന്റെ പ്രതികരണം വന്നത്. അവിടെ മേയറായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് CPI ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ മേയറോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. അത് രാഷ്ട്രീയമാണ്, വ്യക്തിപരമല്ല. കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു കാലം അത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ആളാണ്. അല്ല, CPI ചുമക്കണില്ലല്ലോ, CPI ചുമക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു. അത് ഇനിയും പോകും, പ്രശ്നം ഉണ്ടാവില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അത് അദ്ദേഹം BJPക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷനിൽ പ്രവർത്തിച്ച ആളല്ലേ, എന്ത് സംശയം അതിനകത്ത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ആളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതൊക്കെ പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയും. പാർട്ടിക്ക് അഭിപ്രായം മുമ്പ് ഉണ്ടായത്, ആ അഭിപ്രായത്തിൽ പാർട്ടി മുമ്പ് ഉറച്ചു നിന്നില്ല. ആ അഭിപ്രായം കൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയോ ഇനി ഒന്നും ചെയ്യാനില്ല, അതേ തുടരട്ടെ. അതേസമയം VS സുനിൽകുമാറിന്റെ മറുപടിയുമായി തൃശൂർ മേയർ MK വർഗീസ് തന്നെ രംഗത്തെത്തി. LDFൽ നിൽക്കുന്ന ആൾ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. ആരോപണം പുതിയതല്ല. സുനിൽകുമാറിന് എന്തും പറയാവുന്ന സ്ഥിതിയാണെന്നും MK വർഗീസ് പറഞ്ഞു. ഇപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം. കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണിത് പറയണേ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. രാജ്യാന്തരം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലുള്ളപ്പോഴായിരുന്നു സനയിലെ ആക്രമണം നടന്നത്. യമന്റെ പടിഞ്ഞാറൻ തീരദേശമായ അൽ ഹുദൈദ, സാലിഫ്, സന വിമാനത്താവളം തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്.
ഹൂതി ഭീകരർ ഇറാനിൽ നിന്നും യമനിലേക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേന ആരോപിച്ചു. ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിലേക്ക് ഹൂതി ഭീകരർ നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. സന വിമാനത്താവളത്തിൽ ആക്രമണം നടന്ന സമയത്ത് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസും അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ടെഡ്രോസും മറ്റുള്ളവരും വിമാനത്തിൽ കയറാൻ പുറപ്പെടുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് പരുക്കേറ്റു. തടവിലാക്കപ്പെട്ട UN ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും മാനുഷിക സാഹചര്യം വിലയിരുത്തുന്നതിനുമായാണ് താൻ യമനിലെത്തിയതെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് പറഞ്ഞു. ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും എല്ലാവരോടും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനുമായി ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വാഷിംഗ്ടണിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തവും പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളും ചർച്ചയായി. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഡിസംബർ 24-നാണ് വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ എത്തിയത്. അണ്ണാ സർവകലാശാലയിലെ കൂട്ടബലാത്സംഗ കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ചീഫ് സെക്രട്ടറിയും DGPയും ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണമെന്ന് കോടതി. അതേസമയം പീഡനക്കേസിൽ DMK സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. 48 ദിവസത്തെ വ്രതം BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ ആരംഭിച്ചു. സ്വയം ചാട്ടവാർ കൊണ്ടടിച്ചാണ് വ്രതം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. DMK സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് അണ്ണാമലൈ പ്രഖ്യാപിച്ചിരുന്നു. Anybody understanding the Tamil culture will always know these are all part of the land. Flogging ourselves, punishing ourselves, putting ourselves through a very tough rhythm is all part of this culture. And this is not against any person, not against anything. It is against the continuous injustice that is happening in the state. And what has happened at the Anna University is only a tipping point. And flogging ourselves, what we call whipping, what we call satayadi in Tamil, is only a process of surrendering to the higher power, surrendering to the God. And removing to the chapel, I have taken this decision with a lot of consideration because I believe after all the hard work the party... ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ആദ്യം വാർത്തയുടെ വിശദാംശങ്ങൾ. തീർച്ചയായും ഈ വിഷയത്തിൽ ഏറ്റവും പുതിയൊരു സംഭവവികാസം എന്ന് പറയുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGPയും ഈ സംഭവം സംബന്ധിച്ച വിശദീകരണം ഹൈക്കോടതിയിൽ നൽകണമെന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 23-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ അടിച്ചോടിച്ചതിന് ശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. അണ്ണാ സർവകലാശാലയിലാണ് ഈ സംഭവം നടന്നത്. പക്ഷേ അത് കൈകാര്യം ചെയ്ത രീതിയിലാണ് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഇക്കാര്യത്തിൽ ഒരു കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമേ സാമൂഹ്യ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് BJP നേതാവ് അണ്ണാമലയുടെ ഭാഗത്തു നിന്ന്, BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വ്യത്യസ്തവും ഏറെ വൈകാരികവുമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു കാളി രൂപം, തമിഴ്നാട്ടിലെ ഒരു കാളി രൂപത്തിന് സമാനമായ ഒരു ദേവതയ്ക്ക് നൽകുന്ന ഒരു അർച്ചനയുടെ ഭാഗമായി നടത്തുന്ന സ്വയം ചാട്ടവാറടിക്കുന്ന ആ രീതി, ആ അർച്ചന പോലൊരു സംവിധാനം കൈക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലൂടെയാണ് സമരം അദ്ദേഹം ആരംഭിച്ചത്. മാത്രമല്ല 48 ദിവസം നീണ്ടു നിൽക്കുന്ന കഠോര വ്രതം അനുഷ്ഠിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന DMK സർക്കാരിൻ്റെ അനാസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന സാമൂഹ്യ വിപത്തുകളെ കർശനമായി എതിർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഈ ചാട്ടവാറടി നടത്തി, സ്വയം ശരീരത്തിൽ ചാട്ടവാറടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തി അതിനെ വിശദീകരണം നൽകിയത് നമ്മളിപ്പോൾ കേട്ടതുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവവികാസം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നത് 48 ദിവസം ചെരുപ്പില്ലാതെ ബാർഫൂട്ടഡായി അദ്ദേഹം സഞ്ചരിക്കും, അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കില്ല എന്ന ഒരു നിലപാടും കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും, അവരുടെ വിശ്വാസപ്രകാരമുള്ള പല ആചാരങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം തന്നെ ആ സമൂഹത്തെ വളരെയധികം സ്പർശിക്കുന്ന ആചാരങ്ങൾ കൂടിയാണ്. അത്തരത്തിലൊരു സമരമുറയിലൂടെ സർക്കാരിൻ്റെ ഈ നിസ്സംഗ നിലപാടിനോട് കർശനമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും അവരുടെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശം തന്നെയാണ് അണ്ണാമലയ്ക്കുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഞാനൊന്നിടപെടുകയാണ്, കാരണം തമിഴ്നാട് ABVP കേന്ദ്ര പ്രവർത്തക സമിതി അംഗം R ഇന്ദുചൂടൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇന്ദുചൂടൻ, ഈ ഇത്ര കഠിനമായ ഒരു പ്രതിഷേധ മുറയിലേക്ക് BJP കടക്കുന്നു, അതും ഈ പ്രതികളിൽ ഒരാളെ പിടികൂടിയെങ്കിലും ഇവരെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം BJPയും ABVPയും മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്.
പൊതുസമൂഹം മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം അടക്കം വളരെയധികം അമ്പരപ്പോടെ കണ്ട ഒരു വിഷയമാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം. ഡിസംബർ 23 വൈകിട്ട് 7:45 ഈ വിദ്യാർത്ഥിനി ആക്രമണത്തിന് ഇരയാവുകയാണ്. അതിനുശേഷം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് രജിസ്റ്റർ ചെയ്ത പരാതിക്ക് ശേഷമാണ് പോലീസ് എഫ്ഐആർ ഇടുന്നത്. എഫ്ഐആർ ഇട്ടതിന് ശേഷവും 12 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രതി ഒളിവിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി DMKയുടെ ഒരു പ്രോപ്പർ ഫംഗ്ഷനറിയാണ്, അവിടുത്തെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്, അവിടുത്തെ വിദ്യാർത്ഥി മുന്നണിയുടെ ഒരു നേതാവാണ്, അയാൾ ഒരു ബിയാണിക്കട നടത്തുന്ന ആളെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ അതിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അയാൾ ഒരു DMKയുടെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഇത്രയും ലാഗ് ആകാൻ കാരണം. അതേപോലെ തന്നെ അന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന്റെ പകർപ്പ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു, പൊതുസമൂഹത്തിൽ എല്ലാവർക്കും കിട്ടി. അതിലൂടെ ആ വിദ്യാർത്ഥിനിയുടെ പേര്, അയാളുടെ അച്ഛന്റെ പേര്, ആ വീട്ടുപേര് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെളിയിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല, വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇതിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള വലിയൊരു അനാസ്ഥയാണ്. ഇന്നലെ ABVPയുടെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ തൃച്ചി, മധുരൈ, പോണ്ടിച്ചേരി, ദിണ്ടിഗൽ, ചെന്നൈ എന്നിവിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇന്നലെ ചെന്നൈയിൽ രാത്രി പ്രതിഷേധ പ്രകടനം നടത്തിയ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള വ്യക്തികളെ ഇന്ന് പുലർച്ചെ 3 മണിക്ക് ABVPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ 12 മണിക്കൂർ സമയവും 5 മണിക്കൂറിൽ തന്നെ അതിനെതിരെ പ്രതിഷേധിച്ച ABVPയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലപാടുമാണ് തമിഴ്നാടിന്റെ സർക്കാർ, MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിച്ചിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയും തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിൽ ഇത് വ്യാപകമാണ്. നമ്മൾ കേവലം ഇത് ചെന്നൈയിൽ മാത്രമായിട്ട് കാണുന്നതല്ല. ഇന്നലെ തന്നെ കടലൂർ എന്നുള്ളൊരു സ്ഥലത്ത് ബീച്ചിൽ വെച്ചിട്ട് ഇതേപോലുള്ള ഒരു സംഘം വിദ്യാർത്ഥിനികളെ ആക്രമിക്കുകയുണ്ടായി. അപ്പൊ തമിഴ്നാട്ടിൽ ഇത് സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുകയാണ്. ABVP എന്തായാലും ഇതിൽ പിന്നോട്ടില്ല. നിലവിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റിലാണ്, റിമാൻഡ് ചെയ്യപ്പെടുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ABVPയുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം. അതേപോലെ തമിഴ്നാട്ടിൽ മാത്രമല്ലാതെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുവാനാണ് ABVPയുടെ തീരുമാനം. ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് BJP എവിടെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ശ്രീ ഇന്ദുചൂടൻ, താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ABVPയും പിന്നോട്ടില്ല, സമരമുറകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ? സർവകലാശാലകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അണ്ണാ സർവകലാശാലയിൽ പ്രത്യേകമായോ ABVP പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ മുതൽക്ക് തന്നെ പല സർവകലാശാലയിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലകളിൽ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ കണ്ണു മൂടിക്കെട്ടിയിട്ടുള്ള നീതി ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രകടനം നടന്നിട്ടുണ്ട്. അതേപോലെ പല ഭാഗങ്ങളിലും സർവകലാശാലകളിൽ ABVP ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം ഇത് കേവലം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. സ്ത്രീ സുരക്ഷ, അതേപോലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷ ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് കിട്ടുക? അപ്പോൾ ഇതിനെ രാജ്യവ്യാപകമായ ഒരു തലത്തിലേക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനും കേന്ദ്ര തലത്തിൽ തന്നെ പല സർവകലാശാലകളിലും ഇന്ത്യയിലെ JNU മുതലായുള്ള സർവകലാശാലകൾ വരെ ഇതിന്റെ പ്രതിഷേധ പ്രകടനം കൊണ്ടുപോകാനാണ് ABVPയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. അതേപോലെ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷന്റെ ഇതിലുള്ള ഒരു നിലപാട്, അതേപോലൊരു ഇടപെടൽ, അത് പൊതുസമൂഹം വളരെ ഗൗരവമായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ധീരമായിട്ടുള്ള ഒരു നിലപാടാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പൊതുസമൂഹം ഒന്നടങ്കം ഇതിൽ DMKക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ ഇന്ദുചൂടൻ, അണ്ണാ സർവകലാശാലയിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? കാരണം വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധ മുഖം തുറന്നത് ആദ്യ ദിവസം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇല്ല, വിദ്യാർത്ഥിനികളുടെ മനസ്സിൽ ആകമാന ഒരു പ്രശ്നമാണ്. ഇപ്പോ അവിടെ തന്നെ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ വിദ്യാർത്ഥിനി സഞ്ചരിക്കുന്ന ഒരു വഴി ആ വിദ്യാർത്ഥിയുടെ ഒരു സുഹൃത്തിനൊപ്പം അവിടെ ചിലവഴിക്കുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്സൈഡറാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. അണ്ണാ സർവകലാ ക്യാമ്പസ് ഞങ്ങൾ പോകുന്ന ക്യാമ്പസാണ്. അവിടെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ID കാർഡ് വേണം. എന്തിനാണ് നമ്മൾ വന്നത്? ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറയണം. ഇതൊന്നുമില്ലാതെ പുറത്തു നിന്നുള്ള 2 പേര് അവിടെ ഉള്ളിൽ പോയിരിക്കുന്നു. അതിന് കാരണം അവർക്ക് DMKയിലുള്ള സ്വാധീനം ഉള്ളത് കൊണ്ടാണ് അവർ ഉള്ളിൽ പോയിരിക്കുന്നത്. അതേപോലെ അവിടെ ഉള്ളിൽ പോവുക മാത്രമല്ലാതെ ഈ വിദ്യാർത്ഥിയുടെ കൂടെയുള്ള സുഹൃത്തിനെയും ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ വിദ്യാർത്ഥി സമൂഹം മൊത്തത്തിൽ ഒരു അമ്പരപ്പിലാണ്. അവരെ നമ്മൾ കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലേറെ ഏറ്റവും വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു അപമാനം എന്ന് തോന്നുന്നത് സർക്കാർ തലത്തിൽ ഇട്ടൊരു FIR, ഇത്തരത്തിലുള്ള ഒരു കേസിൽ എങ്ങനെയാണ് ഒരു FIR പുറത്തു പോവുക? അപ്പൊ അതിനോടകം സമയബന്ധിത ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ FIR പുറത്തുപോയി. FIRൽ കൃത്യമായിട്ട് വളരെ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ വിദ്യാർത്ഥിനിയുടെ പേര്, അച്ഛന്റെ പേര്, വീട്ടുപേര്
എല്ലാ കാര്യങ്ങളും ഇത് ആ തലമുറ കണക്കിന് ഈ ഒരു പ്രശ്നം കിടക്കില്ലേ? ഇത്തരത്തിൽ തേജോവധം ചെയ്യപ്പെടാനായിട്ട് എന്താണുള്ളത്? നമ്മൾ പൊതുസമൂഹത്തിൽ പല നിയമങ്ങളും ഇരയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ ഇത്രത്തോളം പറയുന്നു. എന്നിട്ടും ചെന്നൈ പോലീസിന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലാണ് ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും സ്റ്റാലിന്റെ സർക്കാർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഷെയ്ം ഓൺ യു സ്റ്റാലിൻ എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇന്നലെ തന്നെ ട്വിറ്ററിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. ABVPയുടെ നിലപാടെന്ന് പറയുമ്പോൾ ഇത് കേവലം ചെന്നൈയിലോ മാത്രമായിട്ട് ഒതുക്കേണ്ട വിഷയമല്ല. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും ഈ വിദ്യാർത്ഥിനിക്ക് നീതി ലഭിക്കുന്നത് വരെ. ശരി, വളരെയധികം നന്ദി ശ്രീ ഇന്ദുചൂടൻ പ്രതികരിച്ച. ഐസനിലേക്ക് വീണ്ടും. ഐസൻ, ശ്രീ ഇന്ദുചൂടൻ ചൂണ്ടിക്കാട്ടിയ വിവരത്തിലേക്ക്, വസ്തുതയിലേക്ക് വീണ്ടും നമ്മൾ എത്തുന്നത്. FIRൽ ഇരയുടെ പേര് ഉൾപ്പെടുത്തി ആ FIR ഈ പ്രതിയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ പുറത്താകിയതിന് കാരണം എന്തായിരിക്കും? തീർച്ചയായും അത് ഗുരുതരമായൊരു നിയമലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള രേഖകളിൽ പേരുണ്ടാകുന്ന ഭാഗം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ പുറത്തു വരുന്ന FIRകളിൽ ആ പേരുകളും അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നത് ഒരു സ്വാഭാവികതയാണ്. അത്തരത്തിൽ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ള നിയമപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയുണ്ടായിരുന്നു. അത് അക്കാര്യത്തിൽ ഗുരുതരമായൊരു വീഴ്ച വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ആ വീഴ്ച വരുത്തിയത് ആരെ എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത് എന്ത് ലക്ഷ്യത്തോടെ ഈ FIR പുറത്തുവിട്ടു, അല്ലെങ്കിൽ FIRൽ ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടു, അതിൻ്റെ ആഘാതം എന്ത്? അതായത് പ്രൈവസിയിൽ കടന്നു കയറുന്ന അല്ലെങ്കിൽ സ്വകാര്യതയിൽ കടന്നു കയറുന്ന വിഷയത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്ന അത്രയും വലിയ ആഘാതം അതിനുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പശ്ചാത്തലം, ഇതെല്ലാം തന്നെ അതീവ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും ഇപ്പോൾ ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നതിനപ്പുറം ഈ കുറ്റകൃത്യത്തെ കൈകാര്യം ചെയ്ത രീതിയിലെ വീഴ്ച എന്നതും അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട അതീവ ഗൗരവതരമായൊരു സ്വഭാവമുള്ള വിഷയമാണ് ഈ FIR പുറത്തു വന്നിരിക്കുന്നതും ആ കുട്ടിയുടെ പേരുൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും ഇത് കാര്യമായി പുറത്തുവിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്വകാര്യതയെ ലംഘിക്കുന്നൊരു വിഷയം അത് രണ്ടാമതൊരു വിഷയമായി അതീവ ഗൗരവമുള്ള ഒരു മൗലികാവകാശ വിഷയവുമായി ഉയർന്നു വന്നിരിക്കുന്നു എന്നത് മറ്റു ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ കാര്യക്ഷമമായൊരു ഇടപെടലുണ്ടായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ DGPയും ഇത് സംബന്ധിച്ച് മറുപടി നൽകണം എന്ന് ഒച്ചയോടുകൂടി എന്ന് വളരെ കൃത്യമായി, അല്ലെങ്കിൽ ഇത്രയും സമയബന്ധിതമായൊരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതും ഇത്തരം ഭരണഘടനാ പ്രശ്നങ്ങൾ പോലും വന്നേക്കാവുന്നൊരു വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായും സാമൂഹ്യമായും നിയമപരമായും വലിയ പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ ഉയർത്തിവിട്ട ഒരു അതീവ ഗുരുതരമായൊരു സംഭവ വികാസമായി മാറിയിരിക്കുകയാണ് ഈ കുട്ടിയുടെ നേരെ നടന്ന ആക്രമണം. അതുപോലെ തന്നെ കുട്ടിയുടെ ആൺസുഹൃത്തിന് നേരെയും നടന്ന ആക്രമണം ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. വിദ്യാർത്ഥി സമൂഹം അപ്പാടെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് അധിനിവേശം. മുൻപത്തെ ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതി കക്ഷി ചേരുന്നതിനെതിരെ ഫറൂഖ് കോളേജ്. അതേസമയം കൊച്ചിയിൽ വഖഫ് ട്രിബ്യൂണൽ സിറ്റിംഗ് തുടരുകയാണ്. യഥാർത്ഥ ഉടമ ആരെന്ന് കണ്ടെത്തണമെന്ന് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. പാട്ടക്കരാറാണോ ഇഷ്ടദാനമാണോ എന്നതിൽ വ്യക്തത വേണമെന്നും ട്രിബ്യൂണൽ ആവശ്യപ്പെടുന്നു. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. അനു, ഈ വഖഫ് ട്രിബ്യൂണലിൻ്റെ സിറ്റിംഗ്, കൊച്ചിയിൽ നടന്ന സിറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് ഈ സിറ്റിംഗിൽ നടന്നിരുന്ന ഒരു വഖഫ് ട്രിബ്യൂണൽ ഉന്നയിച്ച ഒരു ചോദ്യം ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരുന്നു. ഭൂമി സംബന്ധിച്ചുള്ള അതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു വഖഫ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഭൂമി ഫാറൂഖ് കോളേജിന് നൽകുന്ന സിദ്ദിഖ് സേഠിൻ്റെ അഭിഭാഷകരോട്, സിദ്ദിഖ് സേഠിൻ്റെ കുടുംബത്തോട് പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യം, ഈ ഭൂമി മഹാരാജാവിൽ നിന്ന് സിദ്ദിഖ് സേഠിനെ എങ്ങനെ ലഭിച്ചു? ഇത് ലീസായിട്ട് ലഭിച്ചതാണോ അല്ലെങ്കിൽ ഇഷ്ടദാനമായിട്ട് ലഭിച്ചതാണോ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഫാറൂഖ് കോളേജും പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇത് ഇഷ്ടദാനം ലഭിച്ചതാണ് ഈ ഭൂമി എന്നുള്ളൊരു വാദം തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാനായിട്ട് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1902 രേഖകൾ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യമാണ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജനുവരി മാസം 25 അടുത്ത സിറ്റിംഗ് മാറ്റിയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യമാണ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഭൂമി വഖഫിൻ്റേതാണ് എന്നുള്ളൊരു അവകാശവാദം തന്നെയാണ് സിദ്ദിഖ് സേഠിൻ്റെ കുടുംബം ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്.
ഈ കാര്യങ്ങൾ, അതായത് ഇത് തനിക്ക് തൻ്റെ കുടുംബത്തിന് ഇഷ്ടദാനമായിട്ട് ലഭിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും സിദ്ദിഖ് സേഠിൻ്റെ കുടുംബം അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലുള്ള ഈ കേസുകളിൽ ഇതിൽ കക്ഷി ചേരുന്നതിന് വഖഫ് ഭൂമി സംരക്ഷണ സമിതി ഇതിൽ കക്ഷി ചേരുന്നതിനെ ഫാറൂഖ് കോളേജും ഏതായാലും എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഈ ഭൂമികൾ അനാധീനപ്പെടുന്നു എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് ഭൂമി സംരക്ഷണ സമിതിയാണ് രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഈ മുൻപത്തെ വിഷയത്തിൽ ഈ കേസിൽ ഇവർ കക്ഷി ചേരേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഫാറൂഖ് കോളേജ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത മാസം 25-ന് ഈ കേസ് വീണ്ടും ട്രിബ്യൂണൽ പരിഗണിക്കുകയാണ്. ശരി. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അനുകൂലിച്ച CP ജോൺ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും കൂടെ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CP ജോണിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് വീണ്ടും എത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അനുകൂലിച്ച് CP ജോൺ പറഞ്ഞിരിക്കുന്നു. കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഏത് സാഹചര്യത്തിലാണ് CP ജോണിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്? വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തണമെന്നൊരു നിർദ്ദേശം CMP നേതാവായ CP ജോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു നിർദ്ദേശം എന്ന രീതിയിൽ തന്നെയാണ് CP ജോൺ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. SDP-യെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ CP ജോൺ രംഗത്ത് വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തെരഞ്ഞെടുപ്പിൽ തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് CMPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CP ജോൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. RSSനെ എതിർക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടതില്ല. മാത്രമല്ല, വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യുടെയും കൂടെ നിൽക്കണമെന്നും CP ജോൺ പറയുന്നുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ഇരകളാണ് എന്നൊരു വാദമാണ് CP ജോൺ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് എന്തുതരം വാദമാണെന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്ന് നമുക്കറിയാം. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് UDF മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ UDF-ന്റെ ഘടകകക്ഷി പാർട്ടിയായ CMPയുടെ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വർഗീയതയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കണം. SDP-ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ മതേതര പക്ഷത്തേക്ക് വരണമെന്നൊരു കാര്യം തന്നെയാണ് CMP നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു നിലപാട് തന്നെയാണ് UDF നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അത് മറ്റേതെങ്കിലും ന്യൂനപക്ഷത്തെ അല്ല, SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും സംബന്ധിച്ചാണ് കൂടെ കൂട്ടണമെന്നൊരു നിർദ്ദേശം CP ജോൺ വെച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ കേരള സമൂഹം ചർച്ചയാക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒരു നിലപാടായിരിക്കുമോ ഇത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം നമുക്കറിയാം SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാടുകൾ കേരള സമൂഹം മുന്നേയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഏത് രീതിയിലുള്ളതാണ്, എത്രത്തോളം തീവ്രമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് ലഭിച്ചതായി K മുരളീധരൻ ഇന്ന് പറഞ്ഞ സാഹചര്യം കൂടിയുണ്ടോ മിഥുൻ? അങ്ങനെയാണെങ്കിൽ UDF വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെയും പിന്തുണയൊക്കെ സ്വീകരിക്കും എന്ന് അനുമാനിക്കണമോ? തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി UDF-ന് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നൊരു പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് UDF നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരമൊരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് മറ്റേതെങ്കിലും മതന്യൂനപക്ഷ പാർട്ടികളെ സംബന്ധിച്ചല്ല. കേരള സമൂഹം എപ്പോഴും തീവ്ര നിലപാടുകളുടെ പേരിൽ വിമർശിച്ചിട്ടുള്ള SDP-യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ ചേർക്കണമെന്നൊരു നിലപാടാണ് UDF നേതാവ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വിജയിക്കാൻ വേണ്ടി ഏത് തരം വർഗീയ ശക്തികളുമായും കൂട്ടുകൂടാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു CP ജോണിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേരള സമൂഹം വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും ഈ ഒരു അഭിപ്രായം തന്നെയായിരിക്കും. അനു, ശരി മിഥുൻ.
മറ്റൊന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിക്ക് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ MS സൊല്യൂഷൻസ് അധ്യാപകരും ഇനി ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു. അനഘ, വിശദാംശങ്ങൾ. അതായത് MS സൊല്യൂഷനെ അധ്യാപകരോട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഉള്ള നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ MS സൊല്യൂഷൻസിലെ അധ്യാപകരാരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കർശന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. ഇനിയും ഒരു നോട്ടീസ് കൂടി ഈ അധ്യാപകർക്ക് നൽകും. അന്നും അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്. ഈ MS സൊല്യൂഷനിലെ സയൻസ്, ഈ കണക്ക് എന്നീ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നോട്ടീസ്, ഏറ്റവും ഒടുവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം അത്തരം വിഷയങ്ങൾ മാത്രമാണ് ചോർന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരുന്നത്. കൃത്യമായി തന്നെ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ആ ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും ഒക്കെ തന്നെ കൃത്യമായി ചോദ്യപേപ്പർ ചോർന്ന് MS സൊല്യൂഷൻസിന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ ചോർന്നു, ആരാണ് ഇവർക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നതിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്. നിലവിൽ ഇപ്പോഴും MS സൊല്യൂഷൻസിന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഒളിവിലാണ്. ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷുഹൈബ് അന്യസംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഷുഹൈബിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല നവമാധ്യമങ്ങളൊന്നും തന്നെ ഷുഹൈബ് ഉപയോഗിക്കുന്നില്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഷുഹൈബിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് MS സൊല്യൂഷൻസ് പോലൊരു യൂട്യൂബ് ചാനലിന് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയത്, ഇത് ആദ്യവട്ടമാണോ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയത്, മുൻപും ഉണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ഈ ഓണപരീക്ഷാ സമയത്തും ഇത്തരത്തിൽ MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന കാര്യമൊക്കെ തന്നെ ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിന്റെ പേരിൽ പരാതിയും നൽകിയിരുന്നു. പക്ഷെ അന്ന് കാര്യമായ ഒരു അന്വേഷണം ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കഴിഞ്ഞ ഈ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടത് ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ ഷുഹൈബിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ MS സൊല്യൂഷൻസിലെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ യൂട്യൂബിനോട് അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ട്. ആ വിശദാംശങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ചിത്രം അന്വേഷണ സംഘത്തിന് പോലും ലഭിക്കുകയുള്ളൂ. IAS തലപ്പത്തെ ചേരിപ്പോരിൽ അസാധാരണ നീക്കവുമായി N പ്രശാന്ത്. അച്ചടക്ക ലംഘനത്തിന് നൽകിയ ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറിയോട് തിരികെ വിശദീകരണം ചോദിച്ച് കത്തിന് മറുപടി തന്നാൽ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്നും പ്രശാന്തിന്റെ നിലപാട്. അച്ചടക്ക നടപടി നേരിട്ട് സസ്പെൻഷനിൽ കഴിയുമ്പോഴാണ് N പ്രശാന്ത് IAS വീണ്ടും സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത്. സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ വന്ന ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രശാന്തിന്റെ കത്ത്. കത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ ചാർജ് മെമ്മോയിലും മറുപടി നൽകുമെന്നാണ് കത്തിൽ പറയുന്നത്. പരാതിക്കാരനില്ലാതെ സ്വന്തം നിലയ്ക്ക് സർക്കാർ എന്തിന് മെമ്മോ നൽകണം? സസ്പെൻഷനും ചാർജ് മെമ്മോയ്ക്കും മുമ്പ് തന്റെ ഭാഗം കേൾക്കാത്തത് എന്തുകൊണ്ട്? ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ശേഖരിച്ചത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ട് വഴി? കൈമാറിയ സ്ക്രീൻഷോട്ടിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ട് കാണുന്നതിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണം. സ്വകാര്യ വ്യക്തി ശേഖരിച്ച സ്ക്രീൻഷോട്ടുകൾ എങ്ങനെ സർക്കാർ ഫയലിൽ കടന്നുകൂടി? ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ ശേഖരിച്ചത് IT നിയമപ്രകാരം സർട്ടിഫൈ ചെയ്ത് വ്യാജമല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ എന്നിങ്ങനെ നീളുന്നു പ്രശാന്തിന്റെ ചോദ്യങ്ങളും സംശയങ്ങളും. പ്രശാന്തിന്റെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയുള്ളതിനാൽ സർക്കാരിന്റെ മറുപടി എന്തായിരിക്കുമെന്നതാണ് ഉദ്വേഗം ജനിപ്പിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചതിനായിരുന്നു N പ്രശാന്തിന്റെ സസ്പെൻഷൻ. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ചാർജ് മെമ്മോ നൽകിയത്. പിന്നാലെ ഡിസംബർ 16-നാണ് N പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുന്നത്. ജനം, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. 2019 മുതൽ ദേശീയാടിസ്ഥാനത്തിലാണ് പിന്തുണ ലഭിക്കുന്നത്. 2016-ൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തനിക്കും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷത്തിനും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. 2019-ൽ
വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പം അതിന് മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തീവ്രവാദ ശക്തികളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന ആരോപണം UDF-നും LDF-നുമെതിരെ നേരത്തെ ഉണ്ടായിരുന്നു. അന്നൊക്കെ മറുപടികളിൽ വ്യക്തത വരുത്താതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇരു മുന്നണിയുടെയും നേതാക്കൾ ചെയ്തത്. എന്നാൽ അവരെ വെട്ടിലാക്കുന്നതാണ് K. മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയെന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നാണ് മുരളീധരൻ പറയുന്നത്. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തനിക്കും പിന്തുണ കിട്ടി. ഇന്ത്യ മുന്നണിയുടെ കൂടെയുള്ള CPM-നും ജമാഅത്ത് ഇസ്ലാമി വോട്ടുകൾ കിട്ടുന്നുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. വയനാട്ടിൽ UDF വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണെന്ന് CPM നേതാവ് A. വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. അത് ശരിവെക്കുകയാണ് മുരളീധരന്റെ പ്രതികരണം. പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിജയത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM പ്രചാരണം നടത്തുന്നതിനിടെ CPM-ന്റെ രാജസ്ഥാൻ, തമിഴ്നാട് MP-മാർക്ക് പിന്തുണ നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂരും രംഗത്ത് വന്നിരുന്നു. ജനം, കോഴിക്കോട്. വയനാട് ദുരിതബാധിതർക്കായുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി. ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി. നിയമപ്രകാരം നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണമെന്നും കോടതി. ഭൂമിയിന്മേൽ ഹർജിക്കാർക്ക് ഉടമസ്ഥാവകാശം ഇല്ലെന്ന് കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം തിരികെ പിടിക്കാമെന്നും ഉത്തരവ്. വയനാട് ദുരിതബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാനായി 143.41 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിലെ തുടർ നടപടികളുമായി സർക്കാരിന് ഇനി മുന്നോട്ടു പോകാം. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ റദ്ദാക്കണമെന്ന ഹാരിസൺ മലയാളം, എൽസ്റ്റൺ എസ്റ്റേറ്റ് തുടങ്ങിയവരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഹാരിസൺ മലയാളത്തിന്റെ 65.41 ഹെക്ടർ ഭൂമിയും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിനൊപ്പം എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരവും നൽകണം. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും ഈ നഷ്ടപരിഹാര തുകയിന്മേലുള്ള അവകാശം. ഹർജിക്കാർ ഉടമസ്ഥരല്ലെന്ന് കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാരിന് സ്വീകരിക്കാം. അതേസമയം തന്നെ നഷ്ടപരിഹാരം കുറഞ്ഞുപോയാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കുകയും ആവാം. ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ഹർജിക്കാർ ചെയ്തു കൊടുക്കണമെന്നും ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. ജനം, കൊച്ചി. ഫോർട്ട് കൊച്ചി വെള്ളി മൈതാനത്തെ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരായ സംഘാടകരുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എന്ത് അടിസ്ഥാനത്തിലാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച പോലീസിനോട് ചോദിച്ചിരുന്നു. വിലക്കിന് ആധാരമായ രേഖകൾ ഇന്ന് പോലീസ് ഹാജരാക്കും. ഫോർട്ട് കൊച്ചി വെള്ളി മൈതാനത്തെ പുതുവത്സരാഘോഷ പരിപാടിയുടെ സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. സുരക്ഷാ കാരണങ്ങളാൽ പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്ന പോലീസിന്റെ വിലക്കിനെതിരെയാണ് ഹർജി. ഡിസംബർ 31 രാത്രി ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സുരക്ഷ ഒരുക്കാൻ മാത്രം 1000-ലേറെ പോലീസുകാർ വേണമെന്നാണ് കണക്ക്. ഇതിനു പുറമെ വെളി മൈതാനത്ത് കൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പോലീസിന്റെ വാദം. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്തടിസ്ഥാനത്തിലാണെന്ന് പോലീസ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചേക്കും. സുരക്ഷാ അനുമതികൾ സംബന്ധിച്ച രേഖകൾ ഹർജിക്കാരും ഹാജരാക്കണം. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകിയാൽ തന്നെ എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാലോ എന്ന ആശങ്കയും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി. മെക്സവൻ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പും പിണറായി സർക്കാർ അവഗണിച്ചു. മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിരീക്ഷിക്കണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസും സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായ വിവരം നൽകിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്ര ഗൗരവമുള്ള വിഷയം അവഗണിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. മെക്സവന്റെ പ്രവർത്തനത്തിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയെന്ന ഗുരുതര ആരോപണം നിലനിൽക്കുകയാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത്. സംസ്ഥാന ഇന്റലിജൻസും മെക്സവന്റെ പ്രവർത്തനം നിരീക്ഷിക്കണമെന്ന് നേരത്തെ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയായിരുന്നു സംസ്ഥാന സർക്കാർ.
നേരത്തെ മെക്സവന്റെ പ്രവർത്തനം ദുരൂഹമെന്ന് കേന്ദ്ര ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകി. ഇതും പിണറായി സർക്കാർ മനഃപൂർവ്വം മറന്നു. ഒടുവിൽ CPM നേതാവ് P. മോഹനന് തന്നെ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടി വന്നു. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു. ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഉടിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത്. അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ P. മോഹനൻ അപ്പാടെ വിഴുങ്ങിയെങ്കിലും മെക്സവനെ കൂടുതൽ സംശയത്തിന് നിഴലിലാക്കുന്നതാണ് ഈ പ്രസ്താവന. പക്ഷേ എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരോ മറ്റു CPM നേതാക്കളോ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ജനം, കോഴിക്കോട്. CPM നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ശുചീകരണ തൊഴിലാളി. മണക്കാട് കല്ലടിമുഖം സാക്ഷാത്കാരത്തിലെ ജീവനക്കാരനും CPM നേതാവുമായ അമൃത് രാജിനെതിരെയാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പാർട്ടിയിലെ ഉന്നതർ ഇടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി ജനം TVയോട് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. സാക്ഷാത്കാരത്തിലെ ശുചീകരണ തൊഴിലാളിയെ സഹപ്രവർത്തകനും CPM നേതാവുമായ അമൃത് രാജ് ലൈംഗികമായി പീഡിപ്പിച്ചത്. കുമാരപുരം CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രതി. സംഭവത്തിന് പിന്നാലെ ഫോർട്ട് പോലീസിൽ ഇവർ പരാതി നൽകി. എന്നാൽ നാളിതുവരെയായിട്ടും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്നാണ് പരാതി. കഴിഞ്ഞ വർഷം 20/9/2023 എൻ്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അമൃത് രാജ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരെ എന്നോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത്. അതിൽ പ്രകാരം ഞാൻ അവിടുത്തെ ചാർജ് ഓഫീസറെ അറിയിക്കുകയും ചാർജ് ഓഫീസർ തന്നെയാണ് അവിടുത്തെ സംഘടനയിൽ അറിയിക്കുകയും ഞാൻ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പരാതി കൊടുക്കപ്പെട്ടു. പക്ഷേ എനിക്ക് നീതി ഇതുവരേക്കും കിട്ടിയിട്ടില്ല. സ്റ്റേഷനിൽ വിളിച്ചു, അവിടെ നഗരസഭ കൊടുത്ത പ്രകാരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല. എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ നഗരസഭയിൽ ഇന്ന് വരേക്കും അയാൾ ഇതിൻ്റെ ഇടയിൽ സസ്പെൻഡ് ചെയ്തു. ഡിസംബർ 14 അയാളെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ സസ്പെൻഡ് പിൻവലിച്ച് അയാൾ കയറുകയും ചെയ്തു. നഗരസഭ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ മാറി മാറി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. മാത്രമല്ല പാർട്ടിയിലെ ഉന്നതരിടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി പറയുന്നു. അയാൾ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം പാർട്ടിയാണ് അയാളെ സംരക്ഷിക്കുന്നത്. അതെല്ലാം നീതിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കൂലായിരുന്നു. കാരണം നഗരസഭയിൽ പോകുമ്പോഴത്തേക്ക് അവർ തന്നെ ആക്ഷേപം പോലെയാണ് ഓരോ സ്ത്രീകളെടുത്ത് അപമര്യാദയായിട്ട് തന്നെ എന്നെ പറ്റി മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഫോർട്ട് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും കമ്മീഷണർ പറഞ്ഞു ഇവിടത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അന്നത്തെ വിഷ്വൽ കംപ്ലീറ്റ് സാറിന് കിട്ടണമെന്നും പറഞ്ഞു. പക്ഷെ അത് പ്രകാരമാണ് എനിക്കിപ്പോൾ FIR എങ്കിലും ഇവിടെ നിന്ന് ഫോർട്ടിൽ നിന്ന് കിട്ടിയത്. പക്ഷെ ആദ്യം കൊടുത്ത സമയത്ത് എന്നെ കൊണ്ട് ഒപ്പിടിയിച്ചിട്ടാണ് വിട്ടത്. ഇങ്ങനൊരു സംഭവം, അതായത് നിയമത്തിന് പോലും പോകില്ല എന്നുള്ള രീതിയിൽ എഴുതിയത് വെച്ചാണ് എന്നെ ഇന്നും ഇവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സംഘടന എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ രീതിയിലാണ്. അപ്പോൾ ഇനി എനിക്ക് ഇതുവരെയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. പാർട്ടിയിലെ നേതാവായതുകൊണ്ട് നീതി കിട്ടൂല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ടത്. നിയമ നടപടി വേണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചതിനാൽ കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് ഫോർട്ട് പോലീസിന്റെ മറുപടി. എന്നാൽ ഇത് പാർട്ടിയും പോലീസും തമ്മിലുള്ള ഒത്തുകളിയെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. ആഭ്യന്തര പരാതി പരിഹാര റിപ്പോർട്ടിലും നഗരസഭ അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിലും പ്രതി ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ തെളിവുകളുണ്ട്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറക്കിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ആലുവ സ്വദേശി അക്യൂബ് ഹനാനെയാണ് സൈബർ പോലീസ് പിടികൂടിയത്. ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു സിനിമയുടെ വ്യാജ പതിപ്പിന്റെ പ്രചരണം. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. ഇയാൾ പറഞ്ഞിരുന്നത് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ സിനിമയുടെ ലിങ്ക് അയച്ചു നൽകാമെന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചത്. അതനുസരിച്ചാണ് ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ സിനിമയുടെ നിർമ്മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വ്യാജപതിപ്പിനെതിരെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ആയിരുന്നു പരാതി നൽകിയത്. ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി സിനിമ പ്രചരിക്കുന്നത്
തടയണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലടക്കം വ്യാജ പതിപ്പുകൾ പുറത്തിറക്കുകയും അതിന് പ്രചാരം നൽകിയ ആളുകളിലേക്ക് വിശദമായ അന്വേഷണം എത്തുന്നതും ഒടുവിൽ അക്യുബ് ഫലാനെ പിടികൂടുകയും ചെയ്യുന്നത്. മാർക്കയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച ടെലിഗ്രാം അക്കൗണ്ട് വിവരങ്ങളും പോലീസിന് നേരത്തെ തന്നെ നിർമ്മാതാവ് കൈമാറിയിരുന്നു. സിനിമാറ്റോഗ്രാഫ് നിയമം ഒപ്പം തന്നെ പകർപ്പവകാശ നിയമം എന്നിവ പ്രകാരമാണ് നിലവിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായല്ല. ഏറ്റവും ഒടുവിൽ ഇതിന് തൊട്ട് മുമ്പ് ARM സിനിമയുടെ അജയന്റെ 2ാം മോസം എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും ഇത്തരത്തിൽ പുറത്തിറക്കിയിരുന്നു. അന്ന് സംവിധായകൻ ജിതിൻലാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് തന്നെയായിരുന്നു പ്രതികളെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ പ്രവീൺ കുമരേശൻ എന്നിവരായിരുന്നു അന്ന് പിടിയിലായത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ മലയാള സിനിമകളുടെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർക്കൊപ്പം ചേർന്ന് മലയാളികളും ഇത്തരത്തിൽ വ്യാജ പതിപ്പുകൾ എടുക്കുകയും അതിന്റെ പ്രചാരണം തിയേറ്റർ പ്രിന്റ് അടക്കം വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് സൈബർ സെല്ല് കൃത്യമായ പരിശോധനകൾ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലുമാണ്. ശരി ജിജേഷ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ പണയ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ ശ്രീലങ്കയിലെ പ്രവർത്തനങ്ങൾ 1 ദശാബ്ദം പിന്നിടുന്നു. തങ്ങളുടെ ശ്രീലങ്കൻ സബ്സിഡിയറിയായ ഏഷ്യ അസറ്റ് ഫിനാൻസ് PLC 2014 ഏറ്റെടുക്കലിന് ശേഷമുള്ള 1 ദശാബ്ദത്തെ ലാഭകരമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി മുത്തൂറ്റ് ഫിനാൻസ് അറിയിച്ചു. ഇന്ത്യക്ക് പുറത്തേക്ക് ബിസിനസ് വിപുലീകരിക്കാനും ആഗോള സാമ്പത്തിക സ്ഥാപനമായി വളരാനുമുള്ള കാഴ്ചപ്പാടിന് ഒപ്പം നിൽക്കുന്ന തന്ത്രപരമായ ചുവടുവയ്പ്പായിരുന്നു ശ്രീലങ്കൻ വിപണിയിലേക്കുള്ള വിപുലീകരണം. ഏഷ്യ അസറ്റ് ഫിനാൻസുമായുള്ള 1 ദശാബ്ദം നീണ്ട പങ്കാളിത്തം വായ്പാ വിഭാഗത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 33% വളർച്ച ഉൾപ്പെടെയുള്ള ശക്തമായ നാഴികക്കല്ലുകൾ പിന്നിടാൻ സഹായിച്ചു. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2609 LKR എന്ന നിലയിലെത്തി. 2024 ഡിസംബറിൽ 100ാമത്തെ ബ്രാഞ്ചും ആരംഭിച്ച് ശ്രീലങ്കയിലെ വളർച്ച കൂടുതൽ വിപുലമാക്കിയെന്ന് മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് പറഞ്ഞു. I think most importantly in this expansion that is important to note is that the financial inclusion that we are bringing in every economy that we touch is very crucial. So from an MSME point of view, from young entrepreneurs, specifically women entrepreneurship, this has been obviously quite helpful. So I think when you look at that perspective, our expansion in this market has been not only good for the economy of each of these countries, but also to bring about more entrepreneurship. മുത്തൂറ്റ് ഫിനാൻസ് ശ്രീലങ്കയിലെ 3 ലക്ഷത്തോളം ഉപഭോക്താക്കളെയാണ് ഔപചാരിക സാമ്പത്തിക സേവനങ്ങൾ നേടാനും വായ്പാ ചരിത്രം വളർത്തിയെടുക്കാനും പിന്തുണച്ചത്. പ്രതികൂലമായ സാമ്പത്തിക പശ്ചാത്തലങ്ങൾക്കിടയിലും ഏഷ്യ അസറ്റ് ഫിനാൻസിനെ ശ്രീലങ്കയിലെ സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിനാക്കി മാറ്റാൻ കഴിയുന്നതിൽ തങ്ങളുടെ ബിസിനസ് മാതൃകയുടെ ശക്തിയും വലുപ്പമാണ് ചൂണ്ടിക്കാട്ടുന്നത്. AAFന്റെ സുസ്ഥിര വളർച്ച മുത്തൂറ്റ് ഫിനാൻസിന്റെ ആഗോള മൊത്ത വളർച്ചാ പദ്ധതികളെ കൂടുതൽ ശക്തമാക്കുന്നുണ്ടെന്ന് മുത്തൂറ്റ് ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ KR വിജിമോൻ പറഞ്ഞു. The share price of Asia Asset has almost doubled from 13 rupees to 27 rupees. Actually, that shows that. Again, it's not only a listed company; it's a rated company also. It's one of the strongest rated company in Sri Lanka. Just like Muthoot Finance holds one of the highest rating in India. 5705 ദശലക്ഷം രൂപയുടെ വായ്പാസ്തികൾ കൈകാര്യം ചെയ്യുന്ന AAFL-ൽ മുത്തൂറ്റ് ഫിനാൻസിന് 72.92% വിഹിതമാണുള്ളത്. ശ്രീലങ്കയ്ക്ക് പുറമെ നേപ്പാളിലെയും മുത്തൂറ്റ് ഫിനാൻസിന്റെ പ്രവർത്തനങ്ങൾ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത്. കൊച്ചിയിലെ മുത്തൂറ്റ് ഫിനാൻസ് ഹെഡ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏഷ്യ അസറ്റ് ഫിനാൻസ് ചെയർമാൻ EA പ്രശാന്ത്, മുത്തൂറ്റ് ഫിനാൻസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി രോഹിത് രാജ് തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, കൊച്ചി. ഉച്ചവാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ജനം വാർത്തകൾ തുടരും. നമസ്തേ.